ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ നല്ല കൊടുവാള് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം ഉമ്മയുടെ കഴുത്ത് വെട്ടി അങ്ങ് കൊന്നുകളഞ്ഞു. ഇത്ര വലിയ ഹതഭാഗ്യം. സ്വന്തം മാതാവിനെ കൊന്നുകളഞ്ഞു. എന്തിനാ കൊന്നത് എന്ന് ചോദിക്കുമ്പോൾ, പോലീസുകാർ ചോദിക്കുമ്പോ അല്ലെങ്കിൽ മറ്റാരും ചോദിക്കുമ്പോൾ കുട്ടിന്റെ മറുപടി എന്താണ്? എനിക്ക് ജന്മം നൽകിയതുകൊണ്ടാണ്. ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പേര് മുസ്ലിമിന്റേതാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, സഹോദരീ സഹോദരന്മാരോട് പറയട്ടെ, നമ്മുടെ മക്കൾ നമ്മളിലേക്ക് കൊടുവാളും വാളും കത്തിയും എടുക്കുന്ന മക്കളാക്കാത്ത വിധം കുട്ടികളെ ആത്മീയമായ ചൈതന്യത്തിൽ, ആത്മീയമായ രംഗത്ത് ആവശ്യമായ അറിവ് കൊടുത്ത് വളർത്താൻ രക്ഷിതാക്കൾ തയ്യാറാകണം. നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ദർസുകളുണ്ട്, ധാരാളം കോളേജുകളുണ്ട്, ധാരാളം വ്യവസ്ഥാപിതമായി നടത്തുന്ന ദഅവാ കോളേജുകളുണ്ട്. അതെ, നമുക്ക് അക്കാഡമിക് വിദ്യാഭ്യാസം നേടാം, അതോടുകൂടെ തന്നെ നല്ല ആത്മീയ വിദ്യാഭ്യാസവും നേടാം. അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ ഉണ്ട്. മിനിഞ്ഞാന്ന് ഈ കർണാടക സ്റ്റേറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തി സിറാജുൽ ഹുദയിൽ ഒരു 80ഓളം ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിദുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പരിപാടിയിൽ വന്നു. അദ്ദേഹം നമ്മുടെ ഇന്ന് നിങ്ങളോട് വഅദ് പറയാനുള്ള നമ്മുടെ കളസ ഉസ്താദിന്റെ ഒരു സ്നേഹിതനും കൂടിയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്റെ ആഗ്രഹം എന്റെ മകനെ ഡോക്ടറാക്കണം, അവന്റെ ഉമ്മയുടെ ആഗ്രഹം അവനെ ഹാഫിളാക്കണം. ഞാൻ പറഞ്ഞു, രണ്ടും ആക്കാം. നിങ്ങൾ അതിന് തർക്കിക്കണ്ടോന്നില്ല, നമുക്ക് രണ്ടും ആക്കാം. എന്നിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞു. കൊല്ലത്തുകാരനായ അബ്ദുറഹീം ഹാജിയുടെ മകൻ യാസിർ, അദ്ദേഹം കുറ്റ്യാടി സിറാജുൽ ഹുദയിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചു. അതേ സമയത്ത് തന്നെ ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ പഠിച്ച് ഹാഫിളായി. ശേഷം സിറാജുൽ ഹുദയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ മംഗലാപുരത്ത് കണച്ചൂർ മെഡിക്കൽ കോളേജിൽ വന്ന് അദ്ദേഹം ഡോക്ടറായി. അദ്ദേഹം അതിനുശേഷം ഇപ്പോൾ ഞാൻ ഖത്തറിൽ പോയപ്പോൾ അദ്ദേഹത്തെ ഞാൻ അവിടെ വെച്ച് കണ്ടു. അപ്പൊ ഒരാൾക്ക് ഹാഫിളായതുകൊണ്ട് ഡോക്ടറായിക്കൂടാ എന്നില്ല, ഡോക്ടറായതുകൊണ്ട് ഹാഫിളായിക്കൂടാ എന്നില്ല, അതേപോലെ ഒരു ആലിമായതുകൊണ്ട് അഡ്വക്കറ്റ് ആയിക്കൂടാ എന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം സഖാഫിയാണ്, അദ്ദേഹം അഡ്വക്കറ്റാണ്. അങ്ങനെ എന്തുമാകാൻ പറ്റും. അപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി നമ്മുടെ രക്ഷിതാക്കൾ സന്നദ്ധരാകണം. എന്നാൽ പിന്നീട് കൊടുവാള് കാണുമ്പോൾ പേടിക്കേണ്ടി വരില്ല. കാരണം ഈ കൊടുവാൾ എന്തിനുപയോഗിക്കണം എന്ന ബോധം ആ കുട്ടികൾക്കുണ്ടാവും. അത് ഉമ്മാന്റെ കഴുത്തറക്കാനുള്ളതല്ല, അത് വേറെ ഒരു മുസ്ലിമിനെയോ അമുസ്ലിമെയോ വേദനിപ്പിക്കാനുള്ളതല്ല. കൊടുവാളിന്റെ പണി നമുക്ക് തേങ്ങ പറിക്കാൻ, അതേപോലുള്ള കാട് ചത്താൻ, അതിനൊക്കെയുള്ളതാണ് കൊടുവാൾ. അത് ഉമ്മാന്റെ കഴുത്തറക്കാനുള്ളതല്ല. അപ്പൊ ഓരോന്നും എവിടെ ഉപയോഗിക്കണം, എന്തിനു ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴാണ് ലാലിം എന്ന് പറയുന്നത്. ലാലിം എന്ന് പറഞ്ഞാൽ അതിന്റെ നേരാർത്ഥം അക്രമീന. അക്രമീന ക്രമം തെറ്റിയവൻ, ക്രമം തെറ്റാൻ പാടില്ല. ഒക്കെ ക്രമം റെഡിയായിരിക്കണം. എങ്ങനെയാണോ അല്ലാഹുവും റസൂലും പഠിപ്പിച്ചത് അതേ ക്രമം.